പമ്പിങ്, ബ്രസ്റ്റ് പമ്പ്, ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുറച്ച് പേടിയാണ്. കൂടാതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിറയെ ആൾക്കാരും ഉണ്ടാവും. വെൽക്കം ടു മിത്ത് ബസ്റ്റർ ലുഫി. ഞാൻ നിങ്ങളുടെ ലുഫിയുടെയും ഡോക്ടർ മമ്മ. ഇന്ന് നമുക്ക് ബ്രസ്റ്റ് പമ്പിനെ കുറിച്ച് വളരെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ അറിയാം. നിങ്ങളൊരു പുതിയ അമ്മയാണെങ്കിൽ ബ്രസ്റ്റ് പമ്പിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ട കുറച്ച് കാര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ഒരു മാനുവൽ പമ്പ് നിങ്ങൾ വാങ്ങി വെച്ചിട്ടും ഉണ്ടാവും. പക്ഷെ അത് ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് പാല് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പമ്പിംഗ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ എന്ന നിലയിൽ ഏതൊക്കെ തരം പമ്പുകളുണ്ട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഈ പഴയ കാലത്തെ പമ്പിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു പമ്പിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പമ്പ് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ഇത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പമ്പാണ്. ഇത് ശരിക്കും ഒരു ബൈസിക്കിളിൻ്റെ ഒക്കെ സൈക്കിളിൻ്റെ ഹോൺ പോലെ ഇരിക്കുന്ന ഒരു പമ്പാണ്. ബൈസിക്കിൾ ഹോൺ പമ്പ്സ് എന്ന് പറയും. വളരെ അൺഹൈജീനിക് ആണ്. മാത്രമല്ല ഇത് പെട്ടെന്ന് പാല് ഈ പമ്പിങ് പാർട്ടിലേക്ക് ഞെക്കുന്ന ഭാഗത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻ്റെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പമ്പുകൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. രണ്ടാമത്തേതായിട്ട് ഈ പടത്തിൽ കാണുന്ന ഹാക്ക പമ്പ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതുപോലത്തെ സിമ്പിൾ സിലിക്കോൺ പമ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് വേറെ ഒരു പാർട്ടും ഇല്ല. ഈ ഒരു സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ജസ്റ്റ് പമ്പിങ് സാധനം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബൾബ് പോലെയുള്ള താഴ്ഭാഗത്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മൾ ബ്രസ്റ്റിൽ വെച്ചിട്ട് കൈ വിടുകയാണെങ്കിൽ ആ സക്ഷൻ്റെ എഫക്റ്റ് കൊണ്ട് പമ്പ് ബ്രസ്റ്റിൽ അറ്റാച്ച് ആയിട്ട് നിൽക്കും. ഇത്തരം പമ്പുകളെ നമ്മൾ പറയുന്നത് മിൽക്ക് ക്യാച്ചേഴ്സ് എന്നാണ്. പാല് ക്യാച്ച് ചെയ്യുന്ന പമ്പുകൾ. ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ഹാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഹാക്ക പമ്പ് എന്ന് തന്നെയാണ് ഇതിനെ പലരും വിളിക്കുകയും ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു കമ്പനിയാണ്. പക്ഷെ അത്രയും പോപ്പുലർ ആയതുകൊണ്ട് ഇതിൻ്റെ പേര് അങ്ങനെയായി മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണ് നമ്മൾ ഇതുപോലത്തെ പമ്പുകൾ ഉപയോഗിക്കേണ്ടത്? ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജസ്റ്റ് സക്ഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനോ പാല് കൂട്ടാനോ പിന്നെയും പമ്പ് ചെയ്ത് പാല് വരുത്താനോ ഒന്നും പറ്റില്ല. പകരം ഇത് ജസ്റ്റ് പാല് ക്യാച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. മിൽക്ക് ക്യാച്ചറാണ്. എപ്പോഴാണ് മിൽക്ക് ക്യാച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നത്? നിങ്ങൾക്ക് ഓവർ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ലീക്കിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത് മറ്റേ ബ്രസ്റ്റ് ലീക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാക്ക പമ്പ് മറ്റേ ബ്രസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വരുന്ന പാല് വെറുതെ വേസ്റ്റായി പോവില്ല. അത് ഈ പമ്പിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് കുഞ്ഞിന് പിന്നീട് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഈ ഹാക്ക പമ്പുകളുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഉപയോഗം. രണ്ടാമതൊരു സ്ഥലത്തും ഈ ഹാക്ക പമ്പ്സ് ഉപയോഗിക്കാം. അത് പൊതുവെ നമുക്ക് എൻഗോർജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് പാല് കെട്ടിക്കിടക്കുക കല്ലിച്ച് കിടക്കുകയാണെങ്കിലൊക്കെ ഈ ഹാക്ക പമ്പിൽ ഇളം ചൂടുവെള്ളം കുറച്ച് ആഡ് ചെയ്ത ശേഷം ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചൂടിൻ്റെ ഒരു എഫക്റ്റും സക്ഷനും കാരണം ചെറിയ ക്ലോക്സ് ഒക്കെ ആണെങ്കിൽ, ചെറിയ ഡക്ട് ക്ലോക്ക് ഒക്കെ ആണെങ്കിൽ ഡക്റ്റ് ഒന്ന് പതുക്കെ വികസിച്ചിട്ട് പാൽ അതിൽ കൂടെ ഒഴുകി വന്നോളും. ചെറിയ മിൽക്ക് ക്ലോക്സ് ഒക്കെ ആണെങ്കിൽ ഈ ചൂടും ഈ സക്ഷൻ എഫക്റ്റും കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് റിലീഫ് കിട്ടിയേക്കാം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലാണ് പൊതുവെ നമ്മൾ ഹാക്ക പമ്പ് യൂസ് ചെയ്യുക. അല്ലാതെ റെഗുലറായിട്ട് പമ്പ് ചെയ്യാനോ പാല് കൂട്ടാനോ ഒന്നും ഹാക്ക പമ്പ്സിന് പറ്റില്ല. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള മാനുവൽ പമ്പ്സിനെ കുറിച്ച് നോക്കാം. ഏതൊരു ബേബി സ്റ്റോറിൽ പോയാലും പമ്പ് ചോദിച്ചാൽ ആദ്യം അവർ എടുത്തു തരുന്നത് മാനുവൽ പമ്പായിരിക്കും. ഇത് മാനുവൽ പമ്പാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഹാൻഡിൽ മാനുവലി പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ തവണ പ്രസ് ചെയ്ത് മാത്രമേ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് കുറച്ച് എഫേർട്ടുള്ള പണിയാണ്. നമ്മൾ കുറച്ച് പണി എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് പമ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ കഷ്ടപ്പെട്ട് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഈ മാനുവൽ കംപ്രഷൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ഇനി തുടർച്ചയായിട്ട് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാനുവൽ കംപ്രഷൻ എന്ന് പറയുന്നത് അതും ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാക്കിയുള്ള ഇലക്ട്രിക് പമ്പിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എക്കണോമിക്കലാണ്. ഇതിൻ്റെ പൈസ ഇലക്ട്രിക് പമ്പിനെ അപേക്ഷിച്ച് ഡെഫിനറ്റ്ലി കുറവാണ്. പക്ഷെ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് വളരെ കൂടുതലുമാണ്. നിങ്ങൾ റെഗുലറായിട്ട് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ വിത്തൗട്ട് ഡൗട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇലക്ട്രിക് പമ്പ് തന്നെയായിരിക്കും. ഇലക്ട്രിക് പമ്പുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിംഗിൾ പമ്പുകളുണ്ട്, ഡബിൾ പമ്പുകളുണ്ട്. പേര് പറയുന്ന പോലെ തന്നെ സിംഗിൾ പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു ബ്രസ്റ്റേ പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ പമ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഒരുമിച്ച് പമ്പ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് പമ്പുകളുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട എന്നുള്ളതാണ്. പമ്പിങ് ബ്രസ്റ്റ് ഫീഡിങ് പോലെ തന്നെ കുറച്ച് എഫേർട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ മാനുവലി കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും പമ്പിങ് നടക്കുന്ന സമയത്ത് ഇലക്ട്രിക് പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഈ സിംഗിളും ഡബിളും പമ്പ് ഏകദേശം ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുക.
പക്ഷെ 2 ബ്രസ്റ്റും ഒരുമിച്ച് പമ്പ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഡബിൾ പമ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കിട്ടും. പക്ഷേ ഇലക്ട്രിക് പമ്പുകൾ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് എക്സ്പെൻസീവാണ്. അതിൽ തന്നെ സിംഗിളിനേക്കാളും കുറച്ച് കൂടുതൽ എക്സ്പെൻസീവാണ് ഡബിൾ പമ്പ്സ്. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, എക്സ്ക്ലൂസീവ്ലി പമ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പെട്ടെന്ന് തന്നെ ജോലിക്ക് തിരിച്ചു കയറണം, അപ്പോൾ റെഗുലറായിട്ട് പമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ എപ്പോഴും ഡബിൾ പമ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാം. അടുത്ത ടൈപ്പ് പമ്പ് ഈ കാണുന്ന കുറച്ച് വലിയ ടൈപ്പ് ഹോസ്പിറ്റൽ ഗ്രേഡ് പമ്പ് എന്ന് പറയും. ഹോസ്പിറ്റൽ ഗ്രേഡും ഇലക്ട്രിക് പമ്പ് തന്നെയാണ്. പക്ഷെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് പമ്പ് ചെയ്യുന്ന ഗ്രേഡ് പമ്പുകളാണ് ഹോസ്പിറ്റൽ പമ്പുകൾ. നമ്മുടെ നാട്ടിൽ അധികം ഇല്ലയെന്നേ ഉള്ളൂ. പുറത്തൊക്കെ ഹോസ്പിറ്റൽസിൽ പമ്പ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കുഞ്ഞുണ്ടായ ഉടനെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ലാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ ഗ്രേഡ് പമ്പ് യൂസ് ചെയ്തിട്ട് അവർക്ക് പമ്പ് ചെയ്ത് കുഞ്ഞിന് പാൽ കൊടുക്കാവുന്നതാണ്. ഇതല്ലാതെ പുറം രാജ്യങ്ങളിൽ ഇതുപോലത്തെ ഹോസ്പിറ്റൽ ഗ്രേഡ് പമ്പ് റെൻറ്റിനും കിട്ടും. അതായത് ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് നിങ്ങൾക്ക് റെൻറ്റ് ചെയ്തെടുക്കാം പമ്പ്സ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പുറം രാജ്യങ്ങളിൽ ഒരുപാട് കൺട്രീസിൽ ഇതുപോലത്തെ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ സ്ഥിരമായിട്ട് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഡബിൾ ഇലക്ട്രിക് പമ്പായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സിംഗിൾ ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉദ്ദേശം പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്കിൻ്റെ എമൗണ്ട് കൂട്ടണം എന്നുള്ളതാണെങ്കിൽ, ബ്രസ്റ്റ് മിൽക്കിൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് സിംഗിളോ ഡബിളോ പമ്പ് യൂസ് ചെയ്യാം. കുറച്ച് കാലം മാത്രമേ നിങ്ങൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൈസയുടെ കാര്യം നോക്കിയിട്ട് സിംഗിൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അധികം കാലം പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കുഞ്ഞിനെ ഉടനെ ലാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കുഞ്ഞ് ലാച്ച് ചെയ്യുന്നത് തുടങ്ങിയാൽ കുഞ്ഞ് കുടിച്ചോട്ടെ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഇലക്ട്രിക് പമ്പും മതിയാവും. നിങ്ങൾ നേരത്തെ ജോലിക്ക് റീജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഫോമുല കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പമ്പ് സെലക്ട് ചെയ്യാം. അതിന് തന്നെ പോർട്ടബിൾ ബാറ്ററി ഉള്ള പമ്പുകൾ ചൂസ് ചെയ്യാം. ഡബിൾ ഇലക്ട്രിക് ആയിരിക്കും നല്ലത്. അപ്പോൾ ബാറ്ററി ഉള്ള പമ്പുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സും ഉണ്ട്, ട്രാൻസ്പോർട്ട് ബാഗ്സും ഉണ്ട്. അതായത് പമ്പ് നിങ്ങൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാം. ഒരു പ്രൈവസിയുള്ള റൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് പമ്പ് ചെയ്യാം. അവിടെ ഫ്രിഡ്ജുള്ളൊരു ഓഫീസാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് അവിടെ സ്റ്റോർ ചെയ്ത ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബാഗിൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാം. പകൽ മുഴുവൻ നിങ്ങൾ ഓഫീസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ജോലി എടുക്കുന്ന ഒരാളാണെങ്കിൽ, ഇൻ ബിറ്റ്വീൻ കുഞ്ഞിന് ഫീഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് ഇൻ്റർവെല്ലായിട്ട് പമ്പ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് പമ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള പമ്പ്സ്, മിക്കവാറും ഡബിൾ ഇലക്ട്രിക്കും സിംഗിൾ ഇലക്ട്രിക്കും രണ്ടിലും മിക്കവാറും എല്ലാത്തിനും ബാറ്ററി മോഡും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വരുന്ന പമ്പുകൾക്കൊക്കെ ബാറ്ററി മോഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി മോഡുള്ള ഒരെണ്ണം ചൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കുഞ്ഞ് നന്നായിട്ട് ലാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആകെയുള്ള പ്രശ്നം കുറച്ച് ലീക്കിംഗ് ആണ്, ബ്രസ്റ്റ് കുറച്ച് ലീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പ് ഹക്ക പമ്പ്സ് തന്നെ ധാരാളമാണ്. എൻകോറേജ്മെൻറ്റിനും ചെറിയ ലീക്കിങ്ങിനൊക്കെ ജസ്റ്റ് മിൽക്ക് കളക്റ്റിംഗ് അല്ലെങ്കിൽ മിൽക്ക് ക്യാച്ചിങ് പമ്പ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമൺ പമ്പ്സുകൾ. ഇനി ചില മിനി ഇലക്ട്രിക് പമ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പമ്പുകളുണ്ട്. ഞാനൊരു മിനി ഇലക്ട്രിക് പമ്പാണ് യൂസ് ചെയ്തിരുന്നത്, മെഡല ബ്രാൻഡിൻ്റെ മിനി ഇലക്ട്രിക് പമ്പ്. ഇതൊരു സിംഗിൾ പമ്പാണ്. ഇതിന് ബോത്ത് ഇലക്ട്രിക് ആൻഡ് ബാറ്ററി ഓപ്പറേറ്റഡ് മോഡ്സ് ഉണ്ട്. സിംഗിൾ പമ്പ് ആയതുകൊണ്ട് തന്നെ വീടൊക്കെ മാറുമ്പം പാക്ക് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ ഒരുപാട് എക്സ്പെൻസ് എനിക്ക് വന്നുമില്ല. എനിക്ക് തോന്നുന്നു മെഡലയുടെ ബ്രാൻഡിൻ്റെ ഓൾമോസ്റ്റ് 6,000-7,000 ആണെന്ന് തോന്നുന്നു അതിൻ്റെ മിനി ഇലക്ട്രിക് പമ്പിൻ്റെ പ്രൈസ്. ഇത് 2 വർഷം മുമ്പത്തെ പ്രൈസായിരുന്നു, ഒന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമൺ ടൈപ്പ് ഓഫ് പമ്പ്സ്. ഈ പമ്പിങ്ങിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന 3-4 ചോദ്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യാം. എപ്പോഴും പമ്പിങ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ വരുന്ന ഫസ്റ്റ് ചോദ്യം, അയ്യോ ഭയങ്കര വേദനയല്ലേ പമ്പ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. വലിയൊരു മിസ്കൺസെപ്ഷനാണത്. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു ഡിസ്കംഫർട്ട് മാത്രമേ പമ്പിങ്ങിനുള്ളൂ. പ്രൊവൈഡഡ് നിങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. കറക്റ്റ് സൈസുള്ള ഫ്ലാഞ്ച്, ഇത് നമ്മുടെ ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫ്ലാഞ്ച് എന്നാണ് പറയുന്നത്. അതിൻ്റെ സൈസ് കറക്റ്റ് ആണെങ്കിൽ, അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതി കറക്റ്റ് ആണെങ്കിലൊക്കെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാം. ഇതങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. മാനുവൽ ആണോ ഇലക്ട്രിക് ആണോ നല്ലതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനുവൽ പമ്പ് നമ്മൾ ഇങ്ങനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കണം, ഫുൾ നേരം നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. തുടർച്ചയായിട്ട് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനുവൽ ഒരു പ്രാക്ടിക്കൽ ഓപ്ഷൻ അല്ല. ഇലക്ട്രിക് ആയിരിക്കും എപ്പോഴും ബെറ്റർ. ഇലക്ട്രിക്കിന് വേദന കൂടുതലാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ഇലക്ട്രിക്കിന് വേദന കൂടുതലൊന്നുമില്ല. സെയിം ഫീൽ തന്നെയാണ്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതുപോലെയുള്ള ട്യൂബുള്ള പമ്പുകൾ ഉണ്ടെങ്കിൽ
അതായത് മിക്കവാറും ഡബിൾ ഇലക്ട്രിക് പമ്പ്സിനൊക്കെയാണ് ഇങ്ങനെ ലോങ് ട്യൂബ്സ് ഉള്ളത്. അപ്പോൾ ട്യൂബുള്ള പമ്പുകൾ ഉണ്ടെങ്കിൽ ഈ ട്യൂബ് എങ്ങനെ ക്ലീൻ ചെയ്യും എന്നാണുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ. ഇതും ഒരു മിസ്കൺസെപ്ഷനാണ്, ഇതും ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും. ഈ ട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും സക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്, അല്ലാതെ പാൽ അതിൽ കൂടെ കയറി പോവില്ല. അപ്പോൾ പമ്പിൻ്റെ പാർട്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഫ്യൂച്ചർ വീഡിയോസ് ചെയ്യാം, അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പടത്തിൽ കണ്ടോ, ഇതിൽ ഈ ഫ്ലാഞ്ചും അതിനോട് ബന്ധപ്പെട്ട ഈ ഒരു ഏരിയയും മാത്രമേ ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് ഡയറക്റ്റാണ്, അവിടെയാണ് നമ്മൾ ബോട്ടിൽ അറ്റാച്ച് ചെയ്യുന്നത്, അതിലേക്ക് ഡയറക്റ്റായിട്ടാണ് പാല് വീഴുക. പാൽ ഈ ട്യൂബിലേക്ക് കയറുകയില്ല. ഇൻഫാക്റ്റ് പാല് ട്യൂബിൽ കയറുകയാണെങ്കിൽ ആ ട്യൂബ് ആക്ച്വലി നന്നായിട്ട് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്ത് ഒഴിവാക്കുകയോ വേണം. അപ്പോൾ ട്യൂബ് ഡ്രൈ ഏരിയ ആണ്, ഇതിലേക്ക് പാല് കയറാൻ പാടില്ല. ട്യൂബ് നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് ഫ്ലാഞ്ച്, അതിൻ്റെ കണക്ടർ, അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ബോട്ടിൽസ്, ഇത്രയും ഏരിയയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട പാർട്സ്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് മിക്കവാറും അമ്മമാർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഭയങ്കര വിലയാണ്, എങ്ങനെ പമ്പ് യൂസ് ചെയ്യും എന്നുള്ളത്. പമ്പുകൾ, പ്രത്യേകിച്ച് ഡബിൾ ഇലക്ട്രിക് പമ്പുകൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ വാങ്ങുന്നതിൻ്റെ അത്രയും ചിലവ് ചിലപ്പോൾ ഇതിൽ വരില്ല. തുടക്കത്തിൽ പമ്പ് വാങ്ങുമ്പോൾ കുറച്ച് വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ കണ്ടിന്യൂസ് ഇപ്പോൾ 10 മാസത്തോളം നിങ്ങൾ കുഞ്ഞിന് ഫോമുല കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അത്രയും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ഇനി അതും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് പമ്പ്സ് വാങ്ങാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെയാണെങ്കിലും ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ഷോപ്സ് ഉണ്ട്, ബേബി പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ഷോപ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് പ്രീ ലവ്ഡ് ആയിട്ടുള്ള പമ്പ്സ് വാങ്ങാവുന്നതാണ്. പ്രീ ലവ്ഡ് പമ്പ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് നോക്കണം, വാറണ്ടി പീരീഡിലാണോ എന്ന് നോക്കണം, അതിൽ ഡാമേജ് ഒന്നും അധികം ഇല്ലല്ലോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ പമ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രസ്റ്റിനോട് അറ്റാച്ച് ചെയ്യുന്ന പാല് വരുന്ന വെറ്റ് ഏരിയാസ്, അത് ഫ്ലാഞ്ച് ഉണ്ട്, കണക്ടർ ഉണ്ട്, ആ ബോട്ടിൽസ് ഉണ്ട്, ഇത് മുഴുവൻ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. അതെല്ലാം പുതിയത് വാങ്ങണം, അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. പമ്പിൻ്റെ എല്ലാ പാർട്ടുകളും, ഫ്ലാഞ്ചും കണക്ടർ ട്യൂബും പിന്നെ അതിൻ്റെ വാൽവും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ പാല് ടച്ച് ചെയ്യുന്ന എല്ലാ ഏരിയാസും റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ പുതിയത് വാങ്ങണം. ഈ ഡ്രൈ ഏരിയാസ് ഉണ്ടല്ലോ, ഈ കണക്ടർ ട്യൂബും അതുപോലെ മോട്ടറൊക്കെ ഇരിക്കുന്ന ഈ ഏരിയയും, ഇതാണ് ഡ്രൈ ഏരിയ, ഇതിനാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത്. അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മിക്സിയൊക്കെ പറയുന്ന പോലെ, മിക്സിയുടെ ജാറും മിക്സിയുടെ മോട്ടറും പറയുന്നത് പോലെ, അപ്പോൾ ഈ ഒരു പാർട്ട് ശരിക്കും മോട്ടറിൻ്റെ കണക്റ്റഡ് ഏരിയ ആണ്. അപ്പം അത് നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാല് ടച്ച് ചെയ്യുന്ന വെറ്റ് ഏരിയാസ് റീപ്ലേസ് ചെയ്യണം. അത് പുതിയത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പ്രീ ലവ്ഡ് പമ്പ്സ് വാങ്ങാവുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര തവണ പമ്പ് ചെയ്യണം എന്നുള്ളത്. പമ്പിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പമ്പിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനി നമുക്ക് ചെയ്യണം, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബേസിക് കാര്യങ്ങൾ മുതൽ, പമ്പിൻ്റെ പാർട്സ് മുതൽ, എങ്ങനെ സെലക്ട് ചെയ്യണം, ഏത് സൈസ് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതെല്ലാം ഭാവിയിൽ വരുന്ന വീഡിയോസിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എത്ര തവണ പമ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരം ഭാവിയിലുള്ള വീഡിയോസിലുണ്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.